എൻ്റെ പേര് ദിലീപ്. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് കോഴിക്കോട് ഒരു വീട് വെച്ചതും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും ചെയ്തത് മുന്നായിയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് GCC കൺട്രിയിലാണ്. ഇതെൻ്റെ വൈഫ് ധന്യ, രണ്ടാമത്തെ മകൻ കൃഷ്, പിന്നെ ഒരു മൂത്ത മകനുണ്ട് നൈതിക്, പിന്നെ മൂന്നാമത്തെ മകൻ നിമ്മൈ. പരിപ്പോടില്ല, സ്കൂളിൽ പോയിരിക്കുകയാണ്. ആദ്യം തന്നെ മുന്നായിനെ സമീപിക്കുന്നത് ഫേസ്ബുക്കിൽ മുന്നായിയുടെ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് അതിൽ താല്പര്യം തോന്നിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ വീട്ടിലൊന്ന് ഡിസ്കസ് ചെയ്തു. ഇവരെ വർക്ക് നല്ലതാണല്ലോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ പിന്നീടാണ് ഞങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് കോൺടാക്ട് ചെയ്യുന്നത്. അവർ ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്ത് തന്നു. എന്തൊക്കെയാണ് കണ്ടീഷൻസ്, കൊട്ടേഷൻ, അതുപോലെ പ്ലാനിങ്, ഇതൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിനുശേഷം അവരുടെ ഡിസൈൻ ടീമിനെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നു. അതിനായിട്ട് ഞങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ കാര്യങ്ങളും ഡിസൈനേഴ്സിൻ്റെ അഭിപ്രായങ്ങളും സമയാസമയത്ത് അവർ തന്നു. പ്രത്യേകിച്ച് ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് കുറച്ച് നല്ല ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ ഒഴിവുള്ള സമയങ്ങളിൽ അവർ കോൺടാക്ട് ചെയ്യുന്നു, നമുക്ക് അതിനുള്ള അസിസ്റ്റൻസ് തരുന്നു. അതൊക്കെ വളരെ ഉപകാരം. പിന്നെ അതുപോലെ ഡിസൈനേഴ്സിനെ പറയുകയാണെങ്കിൽ അവർ വളരെ നല്ല കഴിവുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആദ്യം തന്നെ 2D തന്നു, പിന്നീട് അതിന് 3D ഡിസൈൻസ് തന്നു. 3D ഡിസൈൻസ് കട്ടിയതിന് ശേഷം പറഞ്ഞതുപോലെ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തു. അതിൻ്റെ കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ തന്നെ ഒന്ന് സംസാരിച്ചു. ഇതിലത് തീരുമാനമാക്കിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ കരുതി ഒന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ശരിക്കും കൺവിൻസ്ഡ് ആയത്. അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കൊക്കെ മനസ്സിലായത് അപ്പോഴായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ളൊരു ഇത് തന്നെയായി. അങ്ങനെയാണ് നമ്മൾ വർക്ക് മുന്നോട്ട് പോയത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിച്ചൺ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമുക്കൊരു ഗ്ലാസ്സിലായിരുന്നു നമ്മുടെ കിച്ചൺ ചെയ്തത്. അപ്പോൾ അതൊക്കെ കുറേ കൺസേൺ ഉണ്ടായിരുന്നു, എന്ത് സംഭവിക്കും അങ്ങനെ. പക്ഷേ വർക്ക് കഴിഞ്ഞപ്പം ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ലൊരു വർക്കായിട്ടാണ് തോന്നിയത്. ഇപ്പം ഇവിടെ ഹൗസ് വാമിങ്ങിന് വന്നതായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഹൈലൈറ്റ് കിച്ചൺ ആയിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. വളരെ നല്ല വർക്കായിരുന്നു. അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ വർക്ക് ചെയ്യുന്നത് FF&D എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു ബിസിനസ് സെക്ടറിലാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും ഞാൻ അവരുടെ പ്രൊഫഷണലിസം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഡിസൈനേഴ്സ് ആയാലും ഇനി വർക്കേഴ്സ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വന്ന സ്റ്റാഫ് ആയിക്കഴിഞ്ഞാലും അവർ പ്രൊഫഷണലി എക്യുപ്ഡ് ആണ്. നല്ല തരത്തിലുള്ള വർക്കാണ്, അവർക്ക് അറിയാം, വർക്കിൽ നല്ല നോളജ് ഉണ്ട് എന്ന് തന്നെ വലിയൊരു ഗുണപരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം കാർപ്പൻ്റർ ആയിക്കഴിഞ്ഞാലും അവരുടെ ഹെൽപ്പേഴ്സ് ആയിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ മറ്റുള്ള ആളുകളെ ഫിറ്റ് ചെയ്യാൻ വന്ന ഹാൻഡിമാൻസ് ആയിക്കഴിഞ്ഞാലും അവർക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, എപ്പോഴും ഞങ്ങളുടെ ഒരു അടുത്തൊരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് വളരെയേറെ സംയോജിപ്പിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാൻ വേണ്ടി എല്ലാ സഹായം ചെയ്ത് ഷെയ്ഖിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഞങ്ങളുടെ ഒരു വീടിൻ്റെ വർക്കിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയത് എല്ലാം കൂടി ഒരു ഫാമിലി ഫ്രണ്ടായി വളരെ നല്ല ഒരു ഇതായിരുന്നു. വൈഫായിട്ട് നല്ല റാപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഏത് സമയത്തും ആ ഒരു ഫ്രീ സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയിരുന്നു. എപ്പോഴും ഷെയ്ഖ് റെഡി ആയിരുന്നു. എപ്പോൾ കോൾ ചെയ്താലും നമുക്ക് ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും എല്ലാം നമ്മളെ ഒരു ടെൻഷൻ മാറ്റാനൊക്കെ ഷെയ്ഖ് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണലി അല്ലാതെ തന്നെ പേഴ്സണലി നമുക്കൊരു സപ്പോർട്ടിന് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. നമുക്ക് ഇപ്പം എന്തൊക്കെയാണ് ഡൗട്ട്സ്, ഇങ്ങനെ വന്നാൽ അങ്ങനെ വരുമോ, ഇപ്പോൾ കിച്ചൻ്റെ കളറ്, എല്ലാത്തിലും ഒരു ഡിസിഷൻ തരാനും നമ്മളൊരു ഡിസൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പിംഗ് ആയിരുന്നു. പൊതുവെ നല്ലൊരു അപ്രോച്ചായിരുന്നു. അവരുടെ ആരായാലും ഡിസൈനേഴ്സ് ആയാലും ഇനി ഇവിടെ വന്ന സൂപ്പർവൈസേഴ്സും ലേബേഴ്സും എല്ലാം നല്ലൊരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ചായിരുന്നു. അപ്പം നമുക്കും അത് കംഫർട്ടായിരുന്നു. എൻ്റെ റൂം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലേക്കൊരു ക്ലാസി ആംബിയൻസ് ലുക്കാണ് എനിക്കിഷ്ടപ്പെട്ട്. ഒരു പ്രത്യേക വൈബാണ് റൂമൊക്കെ, നല്ല ക്ലാസി ഡിസൈനാണ് ചെയ്തത്. പിന്നെ അവർ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ഓൺ ടൈം ആയിരുന്നു. എല്ലാം ആ ഒരു സമയത്ത് തന്നെ തീർക്കും. ഞങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിനെ ഹെൽപ്പ് ചെയ്ത ഷെയ്ഖയ്ക്ക് പ്രത്യേക താങ്ക്സ്. താങ്ക് യു.